Hello everyone, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ചാപ്റ്റർ 4 പൈത്തൺ ഗ്രാഫിക്സ്. പൈത്തൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉയ്യോ സാറ് കോഡിങ് ഭയങ്കര പണി ഒന്നുമില്ല. ഏറ്റവും സിമ്പിളാണ് പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആൻസർ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആകെ ടൈപ്പ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കണ്ണ് തുറക്കുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഷെയർ റെഡി ആണെങ്കിൽ ലൈക്ക് അടിച്ചോളൂ മക്കളെ. നമ്മൾ ഫുൾ മാർക്ക് പൈത്തൺ ഗ്രാഫിക്സ് മേടിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് സാധ്യത കൂടുതൽ. പക്ഷേ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് അല്ലെങ്കിൽ മിഡ് ടേമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ അത് പോയി കാണാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുമാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഡിസൈനിങ് ആയിക്കോട്ടെ, ഇങ്ക്സ്കേപ്പ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ എല്ലാത്തിനും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഇനി ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. ഗിവൺ പൈത്തൺ പ്രോഗ്രാമിൻ ഔട്ട്പുട്ട് 1. ആദ്യം നമ്മൾ ഔട്ട്പുട്ട് 1 ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് 2 ആക്കണം. ഔട്ട്പുട്ട് 1ൻ്റെ കോഡാണ് ഇവിടെ തന്നത്, പ്രോഗ്രാം കോഡ്. അത് നമ്മൾ ഉണ്ടാക്കി ടീച്ചറെ കാണിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറിനെ കംപ്ലീറ്റ് ആക്കണം, ഈ വരയും കൂടി വരുത്തണം, പിന്നെ കളറ് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്തോ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ കോഡ് അടിക്കണം, ഇത് കാണിച്ചു കൊടുക്കണം. ടീച്ചർ ഓക്കെ പറഞ്ഞാൽ രണ്ടാമത്തെ കോഡിലേക്ക് മാറ്റണം, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ പരിപാടി. ആപ്ലിക്കേഷൻസിലേക്ക് പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഗ്രാഫിക്സിലേക്ക് വരിക. ഗ്രാഫിക്സ് അല്ല, പ്രോഗ്രാമിലേക്ക് വരിക. ഐഡിൽ. ഓക്കെ, ജീനി അല്ല, ഐഡിലേക്ക്. ഐഡിയയിൽ ഒരു പൈത്തൺ ഒരു പാമ്പിനെ പോലെ കാണുന്നില്ല, അതാണ് ആ സാധനം. ഓക്കെ, ഐഡിൽ എടുക്കുക. ഇനി ഇവിടെ പോയിട്ട് സാറേ ഞാൻ വേഗം പോയിട്ട് കോപ്പി അടിക്കേണ്ട കോഡ് അല്ല, ഇത് ഐഡിലിൻ്റെ ഷെല്ലാണ്. ഇവരെ അല്ല വേണം, നമ്മൾ ഫയലിൽ പോകുന്നു, ന്യൂ ഫയൽ. ഇത് എപ്പോഴും ഓർക്കണം കേട്ടോ. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കുക. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ആ കോഡ് അതേപോലെ ടൈപ്പ് ഫ്രം ടെർട്ടിൽ. ഇങ്ങനെ നിങ്ങളും ചെയ്യുക. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിനൊക്കെ 8 ഓക്കെ, ആ സ്പേസ് വേണ്ട, ഷിഫ്റ്റ് സ്റ്റാർ. ഓ എൻ്റെ ഫുൾ ക്യാപ്സായി പോയി, സോറി. അപ്പോൾ ഫ്രം അപ്പോൾ കണ്ട കളറൊക്കെ വരാൻ തുടങ്ങി, എന്താ രസം. ടെർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, അടുത്ത ലൈൻ ഈ കോഡ്. പെൻ സൈസ് ബ്രാക്കറ്റ് 3. അടുത്ത ലൈൻ കളറിന് യു ഇല്ല കേട്ടോ, COLOR ആണ്. ഓക്കെ, അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഗ്രീൻ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. 4i in range. മക്കളെ ഈ 4i in range എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വാട്ട് ഇസ് ദിസ്? ഞാനിപ്പോൾ തുടങ്ങിയത് എന്തെങ്കിലും ഒരു പെന്ന് വേണമെന്നോ അല്ലെങ്കിൽ ഷേപ്പ് മാത്രമോ, എന്താണ് ഞാനിപ്പോൾ തുടങ്ങിയത്? 4i in range എന്ന് പറയുമ്പോൾ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞേ. ഇത് തിയറിക്ക് ഭയങ്കര ആവശ്യം. ഞാൻ എൻ്റർ അടിക്കുന്നു, തന്നെ ചാടി ഇത് ഒരു ചാട്ടം ചാടി. ഓക്കെ, അതിന് ടാബ് സ്പേസ് ആണ്, ടാബാണ് സംഭവം. ഓക്കെ, ഇനി ഫോർവേഡ് സ്പേസ് ഒന്നും വേണ്ട, 200. കുറച്ച് അടുത്ത ലൈനിലേക്ക് റൈറ്റ് 144. ഇനിയിപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകണം. ഒരു ടാബിനേക്കാൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബൊക്കെ ലെഫ്റ്റിലേക്ക് വരും, ബാക്ക് സ്പേസ് അടിച്ചാലും വരും. ഓക്കെ, ഇത്രയുള്ള കോഡ് പറഞ്ഞിരിക്കുന്നത്. 90% നിങ്ങൾ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ പോകുന്നു, റണ്ണ് കൊടുക്കുന്നു. ഓക്കെ, ആദ്യം സേവ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഹോമിലോ എല്ലാം സേവ് ചെയ്തോ. നിങ്ങൾക്ക് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ്, ഞാൻ തൽക്കാലം ഡോക്യുമെൻറ്റ്സിൽ ഞാൻ ഇവിടെ സേവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ ഞാനിവിടെ എൻ്റെ ക്വസ്റ്റ്യൻ നമ്പറാണ് Pi1 എന്നിടുന്നു. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ സേവ് ചെയ്താലേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടി. പെർഫെക്റ്റ്. നോക്ക് മക്കള്, നോക്ക് ഈ സാധനം ഇവിടെ അല്ലേ, ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുക. ടീച്ചറിനെ കാണിച്ചു കൊടുക്കുക, ഒരു വ്യത്യാസമില്ല. നമ്മൾ ചെയ്ത ഔട്ട്പുട്ട് അതേപോലെ തന്നെ വന്നിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഔട്ട്പുട്ട്. ടീച്ചറിനെ കാണിക്കുക, ടീച്ചറെ നോക്കിയേ, ഓക്കെ റെഡി, ഹാപ്പി. ടീച്ചർ ഓക്കെ, നിങ്ങൾ ഹാപ്പി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇവനവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇവനവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വേണേൽ സേവ് ഒക്കെ ചെയ്യാം, അതൊന്നും വിഷയമില്ല. സേവ് ചെയ്യണം ഫയൽ. ഓക്കെ, ഇത് കാണിച്ചു, ടീച്ചർ ഓക്കെ പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് ഈ കോഡിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ആ ഇതിലേക്ക് വരാം. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ കോഡിൽ എന്താണ് മാറ്റുന്നത്? ഫസ്റ്റ് കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് ആയി എന്ന് പറഞ്ഞാൽ, ഈ ടെർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അറ്റം കണ്ട് ഈ സാധനം ടെർട്ടിൽ. ഓക്കെ, വരയ്ക്കാൻ പോകുന്ന ഒരു സാധനമാണ്, വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ട് സ്റ്റാർ ചെയ്യുന്നത് ലൈബ്രറിയിൽ ഇമ്പോർട്ട് ചെയ്തു. പെന്നിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് 3 വേണം, അത് നമുക്ക് പെന്നിൻ്റെ സൈസ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, കളർ ഗ്രീൻ. ആ കളർ എന്തായിരിക്കണം, പെന്നിൻ്റെ സൈസ് ഗ്രീൻ ആയിരിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് i in range എന്ന് പറയുമ്പോൾ ഫോർ i എന്ന് പറയുമ്പോൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ ലൂപ്പ് എന്ന് പറയും, ഒരു ലൂപ്പാണ്. ഇങ്ങനെ വീണ്ടും ചെയ്യണം. എത്ര പ്രാവശ്യം ചെയ്യണം? 4 തവണ. 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട ഫോർവേഡ് 200. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നത് 200 നേരെ പോവുക. ഓക്കെ, 200. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, റൈറ്റിലേക്ക് തിരിയും. എന്താണ് റൈറ്റിലേക്ക് തിരിയാൻ 144 ഡിഗ്രി ഇങ്ങനെ തിരിയുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്താണ്, അപ്പോൾ ഒരു പ്രാവശ്യം ഈ 2 ലൈൻ ചെയ്തു, ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞു. ഇനി 4 പ്രാവശ്യമാണ് സെക്കൻഡ് ലൂപ്പ്. എന്താണ്, ഫോർവേഡ്. അവിടെ നിന്ന് തിരിഞ്ഞിട്ട് 200 മുന്നോട്ട് വരുന്നു, റൈറ്റിലേക്ക് തിരുന്നു, 144 ഡിഗ്രി. 2 പ്രാവശ്യം ചെയ്തു, ഒന്നുകൂടി ചെയ്ത് ഇങ്ങനെ 1 പോയി 4 ലൈൻ വന്നു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ കോഡ്. നമുക്കിനി മാറ്റേണ്ടത് എന്താണ്, നമുക്ക് ഔട്ട്പുട്ട് 2ലേക്ക് കൊണ്ടുവരണം. അപ്പം എന്താ വ്യത്യാസം, 4 അല്ല, ഒരു ലൈനും കൂടി വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു സാധനം കൂടി വരുന്നുണ്ട് അല്ലേ, ഒരു ലൈനും കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് കാര്യം ബ്ലൂ കളറിലേക്ക് ആകുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഡാർക്ക് ബ്ലൂ പർപ്പിൾ തോന്നും, പക്ഷേ നിങ്ങൾ ബ്ലൂ അടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നിന്ന് ഇവിടെ കളർ സൈസ് പെന്നിൻ്റെ കളർ കളർ മാറ്റിയിട്ട് ബ്ലൂ ആക്കുന്നു.
ഓക്കെ, എന്നിട്ട് റേഞ്ച് മാറിയിട്ട് 5 ആക്കും. ഓക്കെ, വേറെ എന്ന് വെച്ചാൽ 5 പ്രാവശ്യം ലൈൻ വരും, അതാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റൺ കൊടുക്കുന്നു, അപ്പോൾ തന്നെ സേവ് ചെയ്യാനപ്പം പറയും. ഓക്കെ, അപ്പം മറ്റേ ഫയൽ തന്നെ സേവ് ആയിക്കോളും. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ കോഡ് കറക്റ്റായിരുന്നു. കറക്റ്റ് കഴിഞ്ഞു, സംഭവം ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതും ടീച്ചറിനെ കാണിക്കുക, നിങ്ങളുടെ കോഡ് സേവ് ആയി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞു. ഓക്കെ, ആഫ്റ്റർ ടൈപ്പിംഗ് ദ റീറൈറ്റ് ദ പ്രോഗ്രാം ടു സെറ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദെൻ സേവ് ഇറ്റ് ഇൻ എക്സാം 10 വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സേവ് ചെയ്യുക, ആ കാര്യം മറക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. കോഡ് നോക്കുക, കോപ്പി അടിക്കുക, ടൈപ്പ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഇടുക, പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബേസിക്കലി ഫസ്റ്റ് സാധനം ചെയ്യുക, സെക്കൻഡ് സാധനം ചെയ്യുക. ഇവിടെ 4 ചിറകുകളുണ്ട്, അതിൻ്റെ കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 5 ചിറകിലുണ്ട്, അപ്പോൾ ലൂപ്പ് ഒന്ന് കൂട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഉള്ള നമ്മുടെ ഐഡിയലൊക്കെ ഞാൻ ക്ലോസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുള്ളൂ, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ എന്താ ആപ്ലിക്കേഷനിൽ വരുന്നു, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നു, ഐഡിൽ. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്യരുത്, ഇത് പൈത്തൺ ഷെല്ലാണ്. നമുക്ക് എഡിറ്റർ വിൻഡോ വരണം, അതിനാൽ ന്യൂ ഫയൽ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് കോപ്പി ചെയ്യാൻ പോകണം. ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. കുറേ മിസ്റ്റേക്സ് എല്ലാം വരും കേട്ടോ, അപ്പോൾ പേടിക്കേണ്ട. നിങ്ങൾ ഓരോ ലൈനായിട്ട് ചെക്ക് ചെയ്തോ. പെൻ സൈസ് എത്ര മക്കളെ? 3. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഫോർ ഐ ഇൻ റേഞ്ച് 4 കോളനുണ്ട്, ചാടുന്നുണ്ട്, തന്നെ റൈറ്റിലേക്ക് തിരിയണം. ആദ്യം തന്നെ റൈറ്റിലേക്ക് 72 ഡിഗ്രി തിരിയണം. കളർ, ഓക്കെ, കളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളർ ഔട്ട്ലൈൻ എപ്പോഴും വരും. ഓക്കെ, ഔട്ട്ലൈൻ വരും. രണ്ടാമത്തെ കളറാണ് ഫില്ല് കളർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കളറ് ഔട്ട്ലൈൻ, സ്ട്രോക്ക്, പിന്നെ വരും സ്ട്രോക്ക് കോമ ഫില്ലാട്ടോ വരിക, ആ കാര്യം മറക്കരുത്. എൻ്റർ കൊടുക്കുക, ബിഗിൻ ഫിൽ. ഇനി ഫില്ലും കൂടി തുടങ്ങാൻ പറഞ്ഞു, ബിഗിൻ _ ഫില്ല്. ഓക്കെ, ഇനി അടുത്ത ഒരു ലൂപ്പിന് പറയാം നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിനുള്ളിൽ വേറെ ലൂപ്പ് വരിക. അപ്പോൾ ഐ ലൂപ്പ് ഉണ്ട്, ഫോർ ഐ ലൂപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പും കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിനെപ്പറ്റി കുറേ ഒന്നും പഠിക്കേണ്ട, കാരണം കോഡ് അവർ തന്നോളും. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക, എന്ത് മാറ്റം വരുത്തണം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫോർ ജെയിൻ റേഞ്ച് 3 ഫോർവേഡ് 100. ഓക്കെ, ഇത് ഓരോ ചെറുകായിരിക്കും. ഇപ്പം ആദ്യത്തെ ഐ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറുകിൻ്റെ മൊത്തം. ഓക്കെ, രണ്ടാമത്തെ എന്താ ജെ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ചെറുക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഒരു ചെറുക് വരയ്ക്കാനുള്ളത് ടക്ക് 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 ടക്ക്, അങ്ങനെ ഒരു ചെറുക് വരയ്ക്കണം, അതിലൊരു ലൂപ്പ്, അങ്ങനെ 4 ചെറുക് വരയ്ക്കേണ്ടതിനാണ് 2 ലൂപ്പ് വരുന്നത്. ഓക്കെ, റൈറ്റ് 120. ഓക്കെ, ഇനി എനിക്ക് ബാക്കിലേക്ക് തൊട്ട് ബാക്കിലേക്ക് റൈറ്റിന് താഴെയല്ലത്, ഇപ്പുറത്തേക്കല്ല. അപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് അടിക്കുന്നു, എൻഡ് _ ഫിൽ. ഓക്കെ, ഇത്രയുള്ള സംഭവം. നമുക്ക് സേവ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സേവ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ഞാൻ PY2 ഇടുന്നു. ഓക്കെ, എന്തെങ്കിലും എറർ വരുന്നുണ്ട്, ഇല്ല വരുന്നില്ല, കേട്ടോ. ഒരു ഫ്ലാഗ് ഉണ്ടാക്കി അതിൻ്റെ ലൂപ്പ്, അത് 4 പ്രാവശ്യം മതി. കറക്റ്റാണോ? കറക്റ്റ് മക്കൾ, ഒരു പ്രശ്നമല്ല, ബ്യൂട്ടിഫുൾ. ഞാൻ എന്നെ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് ടീച്ചറിനാണെങ്കിൽ ടീച്ചറെ കണ്ടോ? ഓക്കെ, റെഡി, ലൈക്ക് അടിക്കുക. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇതിനെ മാറ്റണം. ഫസ്റ്റ് കാര്യം റെഡ് കളർ മാറ്റണം, എന്നിട്ട് എന്താണ് പർപ്പിൾ ആക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പർപ്പിളാന്ന് തോന്നുന്നു, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെ വയലറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ കോഡിൽ അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം റെഡ് ആണ് മാറ്റേണ്ടത്, അപ്പോൾ ഞാൻ പർപ്പിൾ ആക്കി നോക്കാം. അത് ആദ്യം ചെയ്യാം. പർപ്പിൾ നല്ല ടൈപ്പിലെ പർപ്പിൾ അല്ലേ, പർപ്പിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, പർപ്പിൾ അല്ല, ആണോ? എനിക്ക് സംശയം. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, വയലറ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വയലറ്റ്. ഇതൊക്കെ നിങ്ങൾ ടീച്ചറിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, കാരണം ഇത് നിങ്ങളുടെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ആ ലോജിക്ക് മനസ്സിലായത്. അവ പർപ്പിൾ തന്നെയാണ് കേട്ടോ, പർപ്പിൾ തന്നെയാണ്. ഇത് വയലറ്റ് ഒരു പിങ്ക് പോലെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ മനസ്സിലായി, പർപ്പിൾ തന്നെ ആക്കുന്നു കേട്ടോ, പർപ്പിൾ. ഓക്കെ, ഇത് നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റില്ല, കാരണം ഇത് കോഡിംഗ് അല്ല, ഇത് ആ കളർ ഏതാ മനസ്സിലാക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ആക്കുന്നു. കഴിഞ്ഞില്ല, ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. ഇതാണോ ആൻസർ? അല്ല, ഓൾമോസ്റ്റ്. ഒരു ചെറുകും കൂടി വേണം അല്ലേ, ഒരു ചെറുക്. അപ്പോൾ ഇത് 1 2 3 4 ചെറുക് ഓൾറെഡി ഉണ്ടായിരുന്നു, 5ാമത്തെ ചെറുക്. അപ്പോൾ ഏത് ലൂപ്പാണ് മാറ്റേണ്ടതെന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടെ ഒരു ഐ ലൂപ്പ് ഉണ്ട് 4 ഉള്ളത്, ഒരു ജെ ലൂപ്പ് ഉണ്ട് 3 ഉള്ളത്. ഓക്കെ, ഏത് ലൂപ്പാണ് 5 ആക്കേണ്ടത്? ഒന്ന് വേഗം കമൻറ്റ് ആലോചിച്ച് നോക്കുക. ഇവിടെ 4 മാറ്റി 5 ആക്കണം, 3 മാറ്റി 4 ആക്കണം. എന്താ ചെയ്യേണ്ടത്? ജെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 തവണ ലൈൻ വരുന്നത് എവിടെയാണ്? 1 2 3. ഓരോ ചെറുകിനാണ് ജെ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഒരു ചെറുക് വരയ്ക്കാൻ ഒരു ജെ ലൂപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ജെ ലൂപ്പ് വീണ്ടും വരുന്നുണ്ട്, ഒരു ജെ ലൂപ്പ് വരുന്നു. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഇത് ചെയ്യുന്നത് എന്താണ്? ഐ ലൂപ്പാണ്, ഐൻ്റെ ലൂപ്പ്. അപ്പം 4 പ്രാവശ്യം ചെറുക് വരയ്ക്കാൻ എവിടെയാണ്? ഇത് 3 വരകൾ വരയ്ക്കാൻ അതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 4 മാറ്റിയിട്ടാണ് 5 ആക്കണം. അപ്പം ഒരു ചെറുക് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൂപ്പിൽ ഫോർ ഐ മാറ്റിയിട്ട് ജെ ഇതാക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ഞാൻ കാണിച്ചത്, നിങ്ങളിപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, ജെ ലൂപ്പ് മാറ്റിയിട്ട് 3 മാറ്റി 4 5 എന്ത് വേണം ആയിക്കോട്ടെ, റൺ ചെയ്ത് കാണിച്ചല്ലോ കേട്ടോ. ഷേപ്പ് മൊത്തം അങ്ങ് മാറിക്കോളും. കണ്ടോ,
തിരിഞ്ഞ് ഡയറക്ഷൻ മാറി അത് പിന്നെ അവിടെ നിന്ന് എന്തോ തിരിയുന്നുണ്ട്. ഇതാണ് ആയത്. അപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ ഇവിടെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ മാറ്റിയിട്ട് 3 ആക്കുന്നു. ജെ ലൂപ്പല്ല, ഐ ലൂപ്പ് മാറിയിട്ട് 4 മാറ്റിയിട്ട് 5 ആക്കണം. 5 ചെറുക്കാണ് വേണ്ടത്. റൺ മൊഡ്യൂൾ. സിമ്പിൾ. 1 2 3 4 5 ആൻസർ കിട്ടി. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഇത് സേവ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സേവ്ഡ് ആണ്. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. നമ്മുടെ പൈത്തൺ ഗ്രാഫിക്സ് കഴിഞ്ഞു. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏത് വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാം ഞാൻ ചെയ്തുതരും. ഫൈനൽ എക്സാം ആകുമ്പോൾ ഫുൾ സംഭവം ചെയ്തുതരും. ഇനി കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളാണ്. അത് പോയി കാണാം. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഏതെങ്കിലും പുതിയ വീഡിയോസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. പൈത്തൺ ഗ്രാഫിക്സ് സെറ്റായി, നിങ്ങൾക്കുള്ള HTML സെറ്റായി, നിങ്ങളുടെ ആയത്തും സെറ്റായി, ഹെഡിങ്ങും സെറ്റായി, എല്ലാം സെറ്റായി. അപ്പം ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.